ഈ കേരളത്തിലെ UDF സംവിധാനങ്ങളുടെ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് UDF എവിടെ നിന്നായിരിക്കും കൂടുതൽ പാർട്ടികളെ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നത്? കാരണം കേരളത്തിൽ ആളുകളുള്ള പാർട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ആളുകളുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് കേരള കോൺഗ്രസ് എം, അത് നേരത്തെ UDFന്റെ ഭാഗമായിട്ട് നിന്ന പാർട്ടിയാണ്. പിന്നെയുള്ളത് 2020 ആണ് ആളുള്ളത്. പിന്നുള്ളത് AAP ആണ്. പിന്നെ PV അൻവറിൻ്റെ പാർട്ടിയുണ്ട്. ഇതൊക്കെ അപ്പുറത്തേക്ക് അല്ലെ പിന്നെ BSP ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ BSPക്കും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ മത്സരിച്ചിരുന്ന ഇവിടെ 2011, 2016, 2021 BSPയുടെ മായാവതിയുടെ പാർട്ടി. ഈ മായാവതിയുടെ പാർട്ടിക്ക് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 500, 1000, 1500 വോട്ടൊക്കെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ UDFന്റെ ഘടകകക്ഷിയാക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് BSP. പിന്നെ അത് കൂടാതെ അവർക്ക് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. BSP, 2020, AAP, കേരള കോൺഗ്രസ് എം, PV അൻവർ, ഈ 5 പേരുടെ കൂട്ടത്തിൽ മാത്രമാണ് പൊളിറ്റിക്കലി ആളുകളുള്ളത്, അണികളുള്ള പാർട്ടി എന്ന് പറയുന്നത്. ഈ പാർട്ടികളിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഇതിനോടൊപ്പം UDFന്റെ സംവിധാനത്തിനൊപ്പം ചേരാൻ സാധ്യതയുണ്ടോ?